ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള UDF സർക്കാർ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം. പെൻഷൻ പദ്ധതി അവസാനിപ്പിക്കാനുള്ള നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആവശ്യപ്പെട്ടു. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള UDF സർക്കാർ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് നാടെങ്ങും ഉയരുന്നത്. രാജ്യത്തിന് മാതൃകയായ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ സംവിധാനം അട്ടിമറിക്കാനുള്ള UDF സർക്കാരിൻ്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സഹകരണ സംഘങ്ങൾ വഴിയുള്ള പെൻഷൻ വിതരണം നിർത്തലാക്കാനുള്ള നീക്കം പതിയെ പെൻഷൻ പദ്ധതി തന്നെ അവസാനിപ്പിക്കാനുള്ള UDF അജണ്ടയുടെ ആദ്യ നടപടിയാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞു. ഇപ്പോൾ ഈ 62 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശാ കേന്ദ്രമായിട്ടുള്ള പെൻഷൻ പദ്ധതി എങ്ങനെ ഒഴിവാക്കാം എന്നതിൻ്റെ ആദ്യ ഭാഗമാണ് നേരിട്ടുള്ള പെൻഷൻ വേണ്ടതില്ല എന്ന തീരുമാനം. അതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കേരളത്തിലെ ഈ 62 ലക്ഷം ആളുകളെയും അണിനിരത്തി അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭം, ഇത് പിൻവലിക്കുന്നത് വരെയുള്ള പ്രക്ഷോഭം ശക്തിയായിട്ട് നടത്തേണ്ടി വരും. നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഗവൺമെൻറ് അടിയന്തരമായി ഈ പ്രഖ്യാപനം പിൻവലിക്കണം. സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാലും പ്രതികരിച്ചു. അപ്പോൾ ഇതുവഴി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരെല്ലാം ബാങ്കിലേക്കുള്ള അക്കൗണ്ടൊക്കെ ആയി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുറേ മാസക്കാലത്തേക്ക് ഈ ക്ഷേമ പെൻഷൻ ആകെ തടസ്സപ്പെടും. ഇപ്പോഴും നിർത്തും, കുറച്ച് കാലത്തേക്ക് തടസ്സപ്പെടും. ക്ഷേമ പെൻഷൻ പിന്നെ കിട്ടാതെ കുറേ ആളുകൾക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷന് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഈ ഉത്തരവ് സഹായകരമാവത്തുള്ളൂ. പതുക്കെ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന സമ്പ്രദായം ദുർബലപ്പെടുത്താനും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കാര്യം പുനഃസ്ഥാപിക്കണം. സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടുന്ന ആ സമ്പ്രദായം അവർക്ക് കിട്ടുന്ന വളരെ പരിമിതമായ ഒരു സഹായമാണ്. ആ സഹായം തുടർന്നും കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം. ജനകീയ പെൻഷൻ വിതരണ സംവിധാനം ഇല്ലാതാക്കി വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് LDFന്റെ നിലപാട്. സഹകരണ സംഘങ്ങൾ വഴി വീട്ടിൽ നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന രീതി പുനഃസ്ഥാപിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നേതാക്കൾ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.